വിഷമമുണ്ട്, കണക്ക് ടീച്ചർ ചോദ്യം ചോദിക്കും, വിഷമമാണ്, അങ്ങനെ ഓരോ പ്രശ്നങ്ങളുണ്ട്. അപ്പം ആരുമില്ല. അപ്പൊ 30% മനസ്സിലറിഞ്ഞ് സന്തോഷിക്കുന്ന ആൾക്കാർ കുറവാണ്. ആരും ഇല്ലെന്ന് തന്നെ പറയാം. അവർക്ക് അവരുടേതായ ദുഃഖങ്ങളും പ്രയാസങ്ങളൊക്കെയാണ്. അപ്പൊ നമ്മൾ യോഗയിലോട്ട് പ്രവേശിക്കുമ്പോൾ അത് സന്തോഷത്തിനുള്ള മാർഗമാണ്. ശാന്തി സമാധാനമാണ് യോഗയുടെ ലക്ഷ്യം തന്നെ. അതെങ്ങനെയാണെന്ന് വെച്ചാല്, ഇപ്പൊ നമ്മളെ മനസ്സിലാക്കുന്നില്ല. നമ്മൾ പുറകെ ഈ പുറമെ നിന്നുള്ള ചിന്തകളും പുറമെ നിന്നുള്ള കാര്യങ്ങളിലും കൂടെ ഉൾപ്പെട്ടിട്ട് നമ്മളെ അറിയാതെ ജീവിച്ചു പോകുന്നതുകൊണ്ടാണ് ഈ ദുഃഖങ്ങൾ വരുന്നത്. അപ്പൊ നമ്മളൊന്ന് ഓർത്ത് നോക്കുക. ഇപ്പൊ നമ്മൾ ജീവിച്ചിരിക്കുന്നുണ്ട്, അതിന് സന്തോഷമല്ലേ അല്ലേ? അപ്പൊ നമ്മൾ രാവിലെ കിടക്കപ്പായ എണീറ്റ് വരുമ്പോൾ നമ്മൾ ജീവനോടെ ഉണ്ട് എന്നത് മനസ്സിലാക്കി നമുക്ക് സന്തോഷം കിട്ടൂലേ? നിങ്ങൾ എപ്പോഴെങ്കിലും ഓർക്കുന്നുണ്ട് അങ്ങനെ? ഇല്ല. സോ യോഗ ചെറിയ ചെറിയ കാര്യങ്ങളിൽ വലിയ വലിയ സന്തോഷം കണ്ടെത്താനുള്ള മാർഗമാണ്. അപ്പൊ നിലവിൽ നിങ്ങൾ ഓർത്ത് നോക്കുക, നമുക്ക് ആരോഗ്യകരമായിട്ട് എല്ലാവർക്കും കൈകളും കാലുകളും കണ്ണുകളൊക്കെ ഉണ്ട്. ഇവിടെ നമ്മൾ പല സ്ഥലങ്ങളിൽ പോകുന്ന സമയത്ത്, ക്ലാസ്സുകൾ എടുക്കുന്ന സമയത്ത് അവിടെ അംഗവൈകല്യം ബാധിച്ച ആൾക്കാരുണ്ട്. അവർക്ക് നമ്മൾ ക്ലാസ്സുകൾ കൊടുക്കലുണ്ട്. അപ്പൊ അങ്ങനെയുള്ള വൈകല്യങ്ങളോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഈ കാണുന്ന നിങ്ങൾക്ക് ആർക്കും തന്നെ ഇല്ല. അത് സന്തോഷത്തിനുള്ളൊരു വഴിയല്ലേ? നിങ്ങൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കാത്തത്. അപ്പൊ നമ്മൾ ജീവിച്ചിരിക്കുന്നുണ്ട്, നമുക്ക് ആരോഗ്യകരമായിട്ടുള്ളൊരു ശരീരമുണ്ട്. ഏറ്റവും പിന്നെ നമ്മൾ ശ്വാസം എടുക്കുന്നു വിടുന്നു അല്ലേ? ഈ ശ്വാസം ഒന്ന് 1 മിനിറ്റ് എടുക്കുന്നു വിടാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മളുണ്ടോ? ഇപ്പൊ നമ്മളെപ്പോഴും ഓർക്കും, നമ്മൾ ഈ ഭൂമിയിലോട്ട് വന്നത് ഒരു യാത്ര പോലെ വന്നതാണ് അല്ലേ? നമ്മൾ ഒരു 2025 2150 ആകുമ്പോൾ നമ്മളുണ്ടാവും ഇവിടെ. 100 വർഷം കഴിഞ്ഞിട്ട് ചിലപ്പോൾ നമ്മളെ ഫോട്ടോസ് ഉണ്ടാവും, ചിലപ്പോൾ നമ്മുടെ വ്യക്തിഗത ഉണ്ടാവും. അത് 2 തലമുറ കഴിയുമ്പോൾ അത് മാറിപ്പോകും അല്ലേ? അപ്പൊ എല്ലാ കാലവും നമ്മളെല്ലാവരും ഓർക്കാനും അങ്ങനെ പോകുന്നില്ല. അപ്പൊ നമ്മൾ ഇവിടെ വന്നതിന്റെ ഒരു ഉദ്ദേശം ജീവിതത്തിൽ സന്തോഷമായി ഉള്ള കാലം സന്തോഷമായിട്ട് ജീവിക്കാനാണ്. അപ്പൊ നമ്മൾ യോഗയിലോട്ട് പ്രവേശിക്കുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മളോടുള്ള തിരിച്ചറിവാണ്. അതിന് സെൽഫ് റിയലൈസേഷൻ എന്ന് പറയുന്നത് നമ്മുടെ തിരിച്ചറിവ്, നമ്മളോടുള്ള തിരിച്ചറിവാണ്. നമ്മളിലേക്കുള്ള വഴിയാണ് യോഗ. അപ്പൊ നമ്മുടെ ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്ക് നല്ല ആരോഗ്യമുള്ള ശരീരമുണ്ട്, നമുക്ക് ശ്വാസം എടുക്കാൻ വിടാൻ കഴിയുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും വലിയ ആൾക്കൊക്കെ കുട്ടികളുണ്ട് അല്ലേ? അങ്ങനെ കുട്ടികളുണ്ട് അല്ലേ? എത്രയോ പേര് കുട്ടികളില്ലാണ്ട് അവർ വിഷമിക്കുന്നു ഇല്ലേ? അറിയുന്ന ആൾക്കാരുണ്ടാവൂലേ? അങ്ങനെ ഒരുപാട് വിഷമങ്ങളുണ്ട്. അപ്പൊ നമ്മൾ അങ്ങനെ ഒന്നും പോകാണ്ട് നമുക്ക് ഉള്ളതിൽ നന്ദിയുള്ളവരാവുക. ലോക പഠിപ്പിക്കുന്നതായിട്ട് പാടാണ്. ഉള്ളതിൽ നന്ദിയുള്ളവരാവുക, ഉള്ളതിൽ സന്തോഷിക്കുക. എങ്കിൽ മാത്രമേ നമുക്ക് കൂടുതൽ കൂടുതൽ സന്തോഷങ്ങൾ നമ്മുടെ ജീവിതത്തിലോട്ട് വരുള്ളൂ കേട്ടോ. അപ്പൊ നമ്മുടെ ദിവസത്തിൽ രാവിലെ എണീക്കുന്ന സമയത്തൊന്ന് നമ്മൾ സ്വന്തം ഒന്ന് പുഞ്ചിരിക്കുക, നമ്മുടെ ജീവനോടെ ഉണ്ടെന്നുള്ള കാര്യം. എത്രയോ ആൾക്കാർ സഡൻ അറ്റാക്ക് ഒന്ന് മരിച്ചു പോകുന്നുണ്ടെന്ന് അറിയോ രാത്രി കിടന്ന സമയത്തേക്ക്? അപ്പൊ നമുക്ക് പിന്നെ ഒരു ജീവിതമുണ്ട്, നമുക്ക് പിന്നെ നമ്മുടെ മക്കളെ പരിപാലിക്കാനും നമുക്ക് എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും ചെയ്യാൻ നമുക്ക് ശക്തി തരുന്നുണ്ട്. അപ്പൊ നമ്മൾ ഓരോ ദിവസവും ആ പ്രപഞ്ച ശക്തി നമുക്കിങ്ങനെ തരികയാണ്. അപ്പൊ നമ്മളത് മനസ്സിലാക്കുന്നില്ല, ആ ദിവസത്തിന്റെ പ്രാധാന്യം, നമ്മുടെ ശ്വാസത്തിന്റെ പ്രാധാന്യം, നമ്മുടെ ശരീരത്തിന്റെ പ്രാധാന്യം കേട്ടോ. അപ്പൊ നമുക്ക് സന്തോഷം സമാധാനം വേണമെങ്കിൽ നമ്മൾ നമ്മുടെ ഉള്ളിലോട്ട് നോക്കണം. എന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ ശരീരത്തിലേക്ക്, നമ്മുടെ ശ്വാസത്തിലേക്ക്, നമ്മുടെ പ്രാണനിലോട്ട് നോക്കിയാൽ നിങ്ങൾക്ക് അവിടെയാണ് ശാന്തിയും സമാധാനവും ഉണ്ടാവുക. ഇപ്പൊ നമ്മൾ എപ്പോഴും വിചാരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാല്, നമ്മള് ബാക്കിയുള്ളവർക്ക് നമ്മൾ നന്നാക്കാന്നുള്ള വിചാരം ഉണ്ടാവും അല്ലേ? അവരൊന്നും പറഞ്ഞാൽ കേൾക്കുന്നില്ല, അവര് പുറമെ ഒന്നും ശരിയാവുന്നില്ല, അവർ ശരിയാവുന്നില്ല എന്നുണ്ടാവും. അതെന്താന്ന് വെച്ചാൽ നമ്മള്